നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 24 മുതൽ 37 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. രാജാവേ, അതിന്റെ അർത്ഥം ഇതാകുന്നു: എന്റെ യജമാനായ രാജാവിന്റെ മേൽ വരുന്ന അത്യുന്നതനായവന്റെ വിധി ഇത് തന്നെ. തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെ ആകും. തിരുമേനിയെ കാളയെപ്പോലെ പുല്ലും തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിന് തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നത് വരെ 7 കാലം കഴിയും. വൃക്ഷത്തിന്റെ തായ്വേര് വെച്ചേക്കുവാൻ അവർ കൽപ്പിച്ചതോ വാഴുന്നത് സ്വർഗമാകുന്നു എന്ന് തിരുമനസ്സുകൊണ്ട് ഗ്രഹിച്ച ശേഷം രാജത്വം തിരുമേനിക്ക് സ്ഥിരമാകും എന്നത്രേ. ആകയാൽ രാജാവേ, എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക. അതിനാൽ പക്ഷേ തിരുമനസ്സിലെ സുഖകാലം ദീർഘമായി നിൽക്കും. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്ന് ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്തിനായി എന്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹതിയാം ബാബേലല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായതെന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവ് നിന്നോട് ഇത് കൽപ്പിക്കുന്നു: രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടി ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുമെന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാളയെന്ന പോലെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസറിന് ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതും അല്ലോ. അവൻ സർവ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ആ നേരത്തു തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു. എന്റെ രാജത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എന്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എന്റെ രാജത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്വനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ ഒക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ഇതിലെ പ്രധാന വാക്യം 35 അവിടെ നമ്മൾ കാണുന്നത്, അവൻ സർവ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സ്വപ്നം ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാതിരുന്നപ്പോൾ ദാനിയേൽ അത് വ്യാഖ്യാനിച്ചു. നെബൂഖദ്നേസർ നിഗളിച്ചതിനാൽ ഒരു വൻവൃക്ഷം വെട്ടിക്കളയപ്പെടുന്നത് പോലെ വെട്ടിക്കളയപ്പെടും. കാട്ടിൽ പുല്ല് തിന്ന് രാജാവ് കഴിയേണ്ടി വരും. എന്നാൽ അനുദപിക്കുന്നതിനാൽ 7 വർഷശേഷം രാജാവ് മടങ്ങി വന്ന് രാജത്വമേൽക്കും എന്നുള്ളതായിരുന്നു വ്യാഖ്യാനം. പക്ഷെ ഇതറിഞ്ഞിട്ടും 12 മാസം കഴിഞ്ഞപ്പോൾ രാജാവ് നിഗളിച്ചു. അദ്ദേഹം തന്റെ രാജധാനി നോക്കി പറയുകയാണ്, ഇതെന്റെ പ്രതാപ മഹത്വത്തിനായി ഞാൻ പണിത മഹതിയാം ബാബിലോൺ അല്ലയോ?
ഞാൻ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. യേശു ഒരു കൃഷിക്കാരൻ്റെ, ധനവാനായ ഒരു കൃഷിക്കാരൻ്റെ ഉപമ പറഞ്ഞു. അയാൾ പറയുന്നതും ഞാൻ കിളയ്ക്കും, ഞാൻ വിതയ്ക്കും, ഞാൻ വെള്ളം കോരി നനയ്ക്കും, ഞാൻ വളമിടും, ഞാൻ കളപറിക്കും, ഞാൻ കൊയ്യും, ഞാൻ മെതിക്കും, ഞാൻ അധികം കളപ്പുരയിൽ കൂട്ടിവയ്ക്കും, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ഏറിയ കാലം ആനന്ദിക്കും. പക്ഷെ ദൈവം ഒരു പ്രാവശ്യം മാത്രമേ ഞാനെന്ന് പറഞ്ഞുള്ളൂ. ഞാൻ ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിക്കും, നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് നിഗളിക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്നെ ഞാനാക്കിയ, എനിക്കിതൊക്കെ തന്ന ആ ദൈവം ആരാണ് എന്ന് കണ്ടെത്തി ആ ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് ആരാധിച്ച് ആ ദൈവത്തിൻ്റെ സാക്ഷിയായി, ആ ദൈവത്തിന് പ്രയോജനമുള്ളവനായി ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. എന്തായാലും ഭ്രാന്തനായ രാജാവ് 7 വർഷം കാട്ടിൽ മഞ്ഞും വെയിലും കൊണ്ട് പുല്ല് തിന്ന് ഏകനായിട്ട് 7 വർഷം കഴിഞ്ഞു. എന്നാൽ 7-ാം വർഷം അദ്ദേഹം ദൈവത്തിങ്കിലേക്ക് നോക്കാനിടയായി. ദൈവം അദ്ദേഹത്തിന് ബുദ്ധിയെ മടക്കി തന്നു. ജനം അദ്ദേഹത്തെ അന്വേഷിച്ച് ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് രാജാവാക്ക് മാത്രമല്ല, അദ്ദേഹം പണ്ടത്തേക്കാൾ മെച്ചമായി തീരുകയും ചെയ്തു. അദ്ദേഹം അത്യുന്നതനായ യഹോവയായ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അദ്ദേഹം സർവരും യഹോവയെ ബഹുമാനിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ ശബ്ദം, നമ്മുടെ ബുദ്ധി, അതുപോലെ നമ്മുടെ കാല്, കയ്യ്, നമ്മുടെ ബന്ധങ്ങള് എല്ലാം, നമ്മുടെ ഉപജീവന മാർഗം എല്ലാം 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 ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനായ കർത്താവ് നമുക്ക് തന്നതാണ്. തന്റെ ഏകജാതനായ പുത്രനെയും നമുക്ക് തന്നു. യേശുവിനെ തകർത്ത് അവനെ യാഗമാക്കി രക്ഷാമാർഗവും ഒരുക്കി ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിന്റെ മക്കളായി തീർന്ന പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.